ദേശീയ തലത്തിൽ ജനതാദൾ എസ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയിലെ സഖ്യകക്ഷി ആയതോടെയാണ് കേരള സംസ്ഥാന ഘടകം വെട്ടിലായത്. അതേസമയം ജെ ഡി എസ് കേരള ഘടകം ഇടതുമുന്നണിയിൽ തുടരുന്നതിൽ എതിർപ്പില്ലെന്ന നിലപാടാണ് ദേശീയ ഘടകം കൈക്കൊണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി പതാകയ്ക്കൊപ്പമായിരുന്ന അതേ കൊടിയും ചിഹ്നവുമായിട്ടാണ് ജെ ഡി എസ് പ്രവർത്തകർ ഇവിടെ എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചത്. ജെ ഡി എസ് ദേശീയ നേതാവായിട്ടുള്ള എച്ച് ഡി കുമാരസ്വാമി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തു. ജെ ഡി എസ് ദേശീയ ഘടകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും സാങ്കേതികമായിട്ട് ആ പാർട്ടിയിലെ അംഗവും സംസ്ഥാന നേതാവുമായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി പിണറായി മന്ത്രിസഭയിൽ തുടരുന്നതിനെതിരെ പ്രതിപക്ഷം ആക്ഷേപം ഉയർത്തിയിരുന്നു. സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് ഇതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായ പാർട്ടിയുടെ കേരള ഘടകം കേരളത്തിൽ ഇടതുപക്ഷ മന്ത്രിസഭയിൽ തുടരുന്നതിലെ വൈരുദ്ധ്യം ആർ ജെ ഡി അടക്കമുള്ള മറ്റ് ഘടകകക്ഷികൾ ഉയർത്തുകയും ചെയ്തു. ഇതോടെ ജെ ഡി എസുമായുള്ള ബന്ധം പൂർണ്ണമായിട്ടും സാങ്കേതികവുമായിട്ടും വിച്ഛേദിക്കാതെ എൽ ഡി എഫ് മന്ത്രിസഭയിൽ കെ കൃഷ്ണൻകുട്ടിക്ക് തുടരാനാകില്ലെന്ന നിലപാട് സി പി എം നേതൃത്വം കൈക്കൊണ്ടു. ഇതോടെയാണ് ഒരു വർഷത്തോളമായിട്ട് ആലോചിക്കുന്ന പുതിയ പാർട്ടി രൂപീകരണത്തിലേക്ക് വീണ്ടും ജെ ഡി എസ് സംസ്ഥാന നേതൃത്വം നീങ്ങുന്നത്. നിയമക്കുരുക്കില്ലാതെ എങ്ങനെയാണ് പുതിയ പാർട്ടി രൂപീകരിക്കേണ്ടതെന്നും നിലവിലെ 2 MLA-മാരെ പുതിയ പാർട്ടിയുടെ ഭാഗമാക്കേണ്ടത് എങ്ങനെയാണെന്നും ചൊവ്വാഴ്ച ചേരുന്ന സംസ്ഥാന നേതൃയോഗം ചർച്ച ചെയ്യും. ജെ ഡി എസ് MLA-മാരായി വിജയിച്ച കെ കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത വന്നേക്കുമെന്ന ആശങ്കയാണ് കേരള ഘടകത്തെ ജെ ഡി എസുമായുള്ള ബന്ധം സാങ്കേതികമായിട്ട് വിച്ഛേദിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു നിർത്തിയത്. ജോസ് തെറ്റയിലിനെ സംസ്ഥാന നേതാവാക്കി പുതിയ പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിയിലേക്ക് നിലവിലെ സംസ്ഥാന ഘടകം ലയിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയോഗ്യതാ പ്രശ്നമുണ്ടാകില്ലെന്ന കണക്കുകൂട്ടലാണ് ജനതാദൾ സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോഴുള്ളത്. പാർട്ടി ഭരണഘടനയും പതാകയും ചിഹ്നവുമടക്കമുള്ള കാര്യങ്ങളും ഈ മാസം 18-ന് തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.